MES Tirur. Every special occasion becomes truly meaningful when graced by a distinguished presence. Today we are honored to have amidst us our esteemed chief guest, Dr. P.A. Fasal Ghafoor, the President of MES Kerala, whose life and work stand as an inspiration to all of us. With immense respect and joy, may I now invite our chief guest to kindly deliver the inaugural address. Sir, please. ബഹുമാനപ്പെട്ട CBSE ചെയർമാൻ ഡോക്ടർ അബൂബക്കർ, വേദിയിലുള്ള MESൻ്റെ സെക്രട്ടറിമാരും ചെയർമാന്മാരും, നമ്മുടെ പ്രിൻസിപ്പൽസ്, അധ്യാപകന്മാരെ, വിദ്യാർത്ഥികൾ, തിരൂരിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ CBSE പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു സ്ഥലമാണ് തിരൂർ. ഇതിന് ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന CBSE സ്കൂളുകൾ, താനൂർ, പുത്തനത്താണി, വളാഞ്ചേരി, ഇതെല്ലാം തിരൂരിൽ നിന്നുണ്ടായതാണ്. മൊയ്തീൻകുട്ടി സാഹിബിനെ കാണുന്നില്ല, ഇവിടെ ഉണ്ടാവും. ഇവിടെ ഷാഫിയാജി ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ പൊതുവേ ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു സന്ദേശം നൽകും. ആ സന്ദേശം വിവാദമുള്ളതായിരിക്കും. വലിയ തർക്കമൊന്നും വേണ്ട, വിവാദമുണ്ട്. ഞാൻ ഇങ്ങനെ കാറിൽ വരുമ്പോൾ ഇന്നലെ നടന്നൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. MESൻ്റെ ഒരു സ്ഥാപനത്തിൽ 2 വിദ്യാർത്ഥികൾ വരുന്നു. അവർ ഇങ്ങനെ അവിടെ ജോയിൻ ചെയ്യുന്നു, ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ കാണുന്നില്ല. എന്ത് മർമ്മയം, ജോയിൻ ചെയ്ത ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലായി കാണും. മുഖം മൂടി ധരിച്ചാൽ വരണം, മുഖം മൂടി ധരിച്ചാൽ വരുന്നത്. അതിൻ്റെ അർത്ഥം അത് അറബ് വൽക്കരണമാണ്. അപ്പോൾ നമുക്ക് അറബ് വൽക്കരണവും വേണ്ട, ആര്യവൽക്കരണവും വേണ്ട, പാശ്ചാത്യവൽക്കരണവും വേണ്ട. ഇത് മൂന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ. ആ ഭാരതീയ സംസ്കാരത്തിൽ തന്നെയാണ് ഉപസംസ്കാരമായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ സംസ്കാരവും കേരളത്തിലെ മുസ്ലിമുകളുടെ സംസ്കാരവും സെൻറ്റ് തോമസിൻ്റെ സംസ്കാരമൊക്കെ അതിലെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഓരോന്നിൻ്റെ ശല്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നിൻ്റെ മാത്രം തുടക്കട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശല്യം, മുഖം കാണാനില്ല. വേറൊരു ശല്യമുണ്ട്. ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ, എന്തിനു വേണ്ടി? ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മുല മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? മുല കാണിക്കാനുള്ള സമരം. അത് തന്നെ. മൂപ്പരിക്ക് അതിനൊക്കെ പറ്റിയിട്ടൊക്കെ നല്ലോണം അറിയാം. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. ഇപ്പോൾ ഉള്ള മാതിരിയൊക്കെ നടന്നാൽ മതി. നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കണ മാതിരി തന്നെ നടന്നാൽ മതി. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ആക്കാം. മനസ്സിലായി? അതിൽ കുഴപ്പമൊന്നുമില്ല. ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കിയാൽ അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അതിനെനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അത് പിന്നെ മുജാഹിദുകൾ നടക്കണ മാതിരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മതപണ്ഡിതന്മാർ നടക്കണ മാതിരിയാണെന്ന് കൂട്ടി വെച്ചാൽ മതി. ലേശം ട്രൗസറൊക്കെ പൊക്കി വെച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ട്രൗസർ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ട്രൗസറൊക്കെ നേർക്ക് തന്നെ ഇരിക്കുന്നു. മനസ്സിലായോ? അതിലെനിക്ക് വിരോധമില്ല. ലേശം ട്രൗസർ പൊന്തിച്ച്, പക്ഷേ ഇനി അങ്ങോട്ട് വല്ലാതെ പൊന്തിക്കാൻ നിൽക്കണ്ട. അവിടെ നിൽക്കണ്ടോ അവിടെ നിന്നാൽ മതി. അതിനെക്കാട്ടധികം പൊന്തിക്കണ്ട. എൻ്റെ അർത്ഥം മനസ്സിലായോ? കാരണം സൽവാർ കമ്മീസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സ്. അപ്പം നമ്മൾ വിചാരിച്ച് ഇതിന് എന്ത് ചെയ്യാനാണ്, ഇനിയൊന്നും കാണിക്കാൻ ബാക്കിയുണ്ടാവരാത്. ഇതാ കിടക്കണത്, അത് പൊന്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ കാണിക്കാൻ പറ്റിയ വല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഈ കോഴിക്കാലൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം? KFCയിൽ കൊണ്ടുപോയി കാണിക്കുകയോ അല്ലെങ്കിൽ ചിക്കിങ്ങിൽ കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ല.
അത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലുണ്ടെന്നത്. ഞാൻ അവരോട് പറയുന്നത്, നമുക്കിത് രോഗികളെ കാണുന്ന സ്ഥലമല്ലേ, നിങ്ങൾ മര്യാദക്ക് ഡ്രസ്സ് ചെയ്ത്. അപ്പോൾ അതൊന്ന് പാശ്ചാത്യവൽക്കരണം. രണ്ടാമത്തെ പാശ്ചാത്യവൽക്കരണം, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ മാതൃഭാഷ പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ഒ പിയിൽ വന്നിട്ട് പറയണേ ബസ് മിസ്സായി. എൻ്റെ അർത്ഥം എന്താ? ഹസ്ബൻഡ് ഹസ് മിസ് ദ ബസ്. അതുകൊണ്ട് ഐ ആം അലോൺ, ഞാൻ ഏകയാണ്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചാൽ, വലിയ ബോർഡ് കാണാം, നമുക്ക് എൻ്റെ ഒ പിയിൽ വന്നാൽ കാണാം. മലയാളത്തിൽ മാത്രം സംസാരിക്കുക. കാരണം എന്താ പറയുക, ഈ ഭാഷ മംഗ്ലീഷ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയാൽ മലയാള ഭാഷയും പഠിക്കൂല ഇവർ ഇംഗ്ലീഷ് ഭാഷയും പഠിക്കൂല. ഇപ്പം ഞങ്ങളാരും ഇവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. ഇപ്പം എൻ്റെ ഈ ഭാഷയിൽ തന്നെ എത്രത്തോളം ഇംഗ്ലീഷ് വാക്കുകളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ സ്കൂളിൽ ഇംഗ്ലണ്ടിൽ പോയ ആളാണ്. ആദ്യത്തെ മലയാളി ആയിരിക്കും ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇംഗ്ലണ്ടിൽ. സാധ്യത കുറവാണ് വേറെ ആൾക്കാർ പഠിക്കാനായിട്ട്. ഇപ്പൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കൂടിക്കൂടി നിങ്ങൾ MBBS വിട്ട് ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഏത് സ്ഥാനാലും വേണ്ടില്ല, പാകിസ്ഥാൻ ഒഴികെ എല്ലാ സ്ഥാനിലോട്ടും ഇവരെ പഠിക്കാൻ പെടുന്നുണ്ട്. എന്തിനാണ് ഇവരെ പഠിക്കാൻ പെടുന്നത്? അവിടെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? അവിടുത്തെ സിലബസ് എന്താണെന്നറിയോ? അവിടുത്തെ ഭാഷ എന്താണെന്നറിയോ? അവിടുത്തെ രോഗികളുടെ രോഗങ്ങൾ എന്താണെന്നറിയോ? അതൊന്നും അറിയാതെ ഹം തോ ചലേ പർദേശ്, ഇവിടേക്ക് കിർഗിസ്ഥാനിലോട്ട്, കിറുക്കന്മാരെ പോണ സ്ഥലം കിർഗിസ്ഥാൻ. അതെവിടെ കിടക്കണമെന്നറിയോ? നേരെ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലാണ് ഇതെല്ലാം കിടക്കുന്നത്. യുക്രൈനിൽ പോയവരെ സ്ഥിതി നിങ്ങൾക്കറിയാലോ എന്താണെന്നുള്ളത്. യുക്രൈനിൽ പോയവർ എത്രയോ ദിവസം പട്ടിണി കിടന്ന് പല റൂട്ടിലൂടെ ഹംഗറിയിലും പോളണ്ടിലും തെണ്ടിയെത്തി. അവസാനം ഞങ്ങളുടെ കാലും കൈയും പിടിച്ചപ്പോൾ ഞാനൊക്കെ പോയിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ ഞാൻ ഇവരെ എടുത്തോളാം MBBS പഠിപ്പിക്കാൻ. ആ സാധുക്കൾ പോയതല്ലേ എന്ന്. ഞാൻ ഫ്രാൻസിലായിരുന്നു കഴിഞ്ഞല്ല. അപ്പോൾ ഉണ്ടൊരു പെൺകുട്ടി പാത്രം തുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയണം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച പാത്രം തുറക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു മലയാളി ലുക്ക്. അപ്പോൾ ഞാൻ മോളുടെ പേര്, എൻ്റെ പേര് മേരി എന്നാണ്. അപ്പം ഞാൻ കളിയാക്കി ചോദിച്ച്, വിശുദ്ധ കന്യാമറിയമാണോ അതോ മഗ്ദലന മറിയമാണോ? ഇല്ല സാർ, ഞാൻ രണ്ടുമല്ല, ഞാൻ ഇവിടെ പാത്രം കഴുകുന്നു. പാത്രം കഴുകുന്ന MBA പഠിക്കാൻ പോയതാണ്. ഇവിടുത്തെ MBA സീറ്റ് മുഴുവൻ കാലിയായിട്ട് കിടക്കുമ്പോൾ MBA പഠിക്കാനായിട്ടാണ് പോയിരിക്കുന്നത് അങ്ങോട്ട്. അതും പാശ്ചാത്യവൽക്കരണം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അവിടെ പോകാൻ? എനിക്കറിയാം എന്താ ഇൻട്രസ്റ്റ് എന്നുള്ളത്. ഇവിടെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ അല്ല, അവരുടെ വളയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ടീച്ചർമാർ, ഇവിടുത്തെ അധ്യാപകന്മാർ റിപ്പോർട്ട് അയക്കുന്നുണ്ട്. ഈ കുട്ടി എന്താ ചെയ്യണമെന്ന്. മറ്റേ പാത്രം കഴുകുന്നു. ഇനി ആരുടെ കൂടെയാണ് പാത്രം കഴുകുന്നത് അതും എനിക്കറിഞ്ഞൂടാ. അംദോനോ മിൽക്കെ പാത്രം കഴുകൽസ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ അതും പാശ്ചാത്യവൽക്കരണമാണ്. ഞാൻ ഓരോ വൽക്കരണങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്നുള്ളത്. അതേമാതിരി നിങ്ങൾ ടീച്ചർമാർക്കാണൊരു ബോർഡിലെ അംഗങ്ങൾക്കൊരു ചെറിയ അഡ്വൈസ് കൊടുക്കുക. ഈ നിങ്ങൾ പല മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ പല ക്യാമ്പിലും പോകുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ആ ക്യാമ്പിൽ തന്നെ കൂത്തമ്പലമാക്കി മാറ്റരുത്. മനസ്സിലായില്ലേ? കൂത്തമ്പലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കൂത്തമ്പലം അല്ല. അത് മലയാള ഭാഷയിൽ കൂത്തമ്പലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇതിന്. അതല്ല അത് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂത്തമ്പലം വേണ്ടാത്ത ആട്ടവും പാട്ടവും ഒന്നും വേണ്ട. മാന്യമായിട്ടുള്ള പാട്ടുണ്ട്, മാന്യമായിട്ടുള്ള ഡാൻസും ഉണ്ട്. അതിനൊന്നും ഞാൻ എതിരല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് കഥകളി പഠിച്ചൊരു മുസ്ലിം പെൺകുട്ടി, ആ പെൺകുട്ടിയെ നിങ്ങൾ ആദരിക്കൂ. മനസ്സിലായില്ലേ? പിന്നെ ആ ഗസൽ പെൺകുട്ടിയുടെ എന്ത് റഹ്മാനാണ് ഇവിടെ നിന്നുള്ള അങ്ങനത്തെ ഒരു അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഈ തുള്ളൽ വേണ്ട. തുള്ളൽ ഓട്ടം തുള്ളലോടുകൂടെ കഴിഞ്ഞ് ഇനി അതിനപ്പുറത്ത് നമുക്കൊരു തുള്ളലും വേണ്ട. എന്തായാലും വെറുതെ കിടന്നുള്ളുക. DJ വിളിച്ചുകൊണ്ടിരിക. DJ എന്തൊക്കെ മണ്ടത്തരം പറയാം, അതിനൊക്കെ നിങ്ങൾ യെസ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളത് പ്രദർശിപ്പിക്കുന്നേ. നിങ്ങൾ പാട്ടുപാട്, എന്തായാലും നിങ്ങൾ ഗിറ്റാർ വായിക്കുക. ഇതൊക്കെ നമ്മൾ വേദി ഉണ്ടാക്കിത്തരാം. അതിന് ഭാരമായിട്ട് DJ വിളിച്ചുകൊണ്ടെന്നിട്ടുള്ള കൂത്ത്, DJ വിളിച്ചുകൊണ്ടെന്നിട്ടുള്ള കൂത്തല്ലേ നിങ്ങൾ കണ്ടത് അവിടെ കുസാറ്റിൽ എന്താണെന്നാണ്? വിജയുടെ കേസിൽ എന്താണെന്ന്? അതൊരു കൂത്ത് തന്നെയല്ലേ?
അനാവശ്യമായിട്ട് 2 വയസ്സായ കുട്ടീനെയും കൊണ്ടുപോയിട്ട് ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്തിരിക്കുക കുട്ടിയുടെ. നിങ്ങൾ എന്തിനാണോ പോകാൻ പോയി? അപ്പം അത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെക്രട്ടറിമാരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടുകളി വേണ്ട, ചുറ്റിക്കളിയും വേണ്ട, വേറെ പല കളികളുണ്ട്, അതായിക്കോ. പ്രൈവറ്റ് കളികളെ പറ്റിയിട്ട് ഞാനൊന്നും പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പബ്ലിക് കളികളെ പറ്റി പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം. അപ്പോൾ പഴയ തലമുറയിലെ ടീച്ചർമാരൊക്കെ തല ഉലുക്കുന്നുണ്ട്, ഈ തലമുറയിലെ ടീച്ചർമാരുടെ മുഖത്തൊരു വാട്ടം. മനസ്സിലായോ? ശരി, അപ്പം അതൊന്ന്. ഇനി നമ്മൾ ആര്യവൽക്കരണത്തിലോട്ട് വരാം. 10 നേരം പറഞ്ഞല്ലോ, അറബുവൽക്കരണം പറഞ്ഞു. മനസ്സിലായോ? ആര്യവൽക്കരണത്തിലോട്ട് വരാം. അതാണ് ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ മാറുന്നുണ്ടല്ലോ, നിങ്ങളുടെ CBSE ടെക്സ്റ്റ് ബുക്കുകൾ. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ മഹാനായിട്ടുള്ള അക്ബറിനെ പറ്റി പറയുന്നില്ല. ആ മഹാനായിട്ടുള്ള ഞങ്ങൾ ഔറംഗസീബിനെ പറ്റി പറഞ്ഞോന്നേ, കുറ്റം പറഞ്ഞോ. ചരിത്രപരമായിട്ട് ഔറംഗസീബ് ചെയ്ത ചെയ്തികളോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ അക്ബറിനെ മോശമായിട്ട് കാണാൻ പാടുണ്ടോ? ധാരാ ഷിക്കോനെ നിങ്ങൾ മോശമായിട്ട് കാണാൻ പാടുന്നു. താജ്മഹലിനെ നിങ്ങൾക്ക് മോശമായിട്ട് കാണാൻ പാടുന്നു. പണ്ട് കവി സാഹിർ ലുധിയാനി അദ്ദേഹം ഒരു കവിത എഴുതി, മനസ്സിലല്ലേ? താജ് തേരെ ലിയേ, മനസ്സിലല്ലേ? ഉൽഫത്തി സഹി എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ താജിനെ പുകഴ്ത്താൻ തയ്യാറില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണിട്ടാണ്, അത് പണിയെടുത്തിട്ടാണ് ആ താജ് ഉണ്ടായത്. താജ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ താജിന് വേറെ മാനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. താജ് വേറെയാണ്, അത് അങ്ങനെ ഉണ്ടാക്കിയതല്ല, ഇന്നയാളുണ്ടാക്കിയതല്ല. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരുപാട് ഏടുകൾ മാറ്റിമറിക്കുന്നു. അതേമാതിരി തന്നെ ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ ആരാണെന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ തമിഴ് തന്നെയാണ്. തമിഴും തെലുങ്കും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രകൃത പ്രോട്ടോ ദ്രവീഡിയൻ ഭാഷ. അതിൽ നിന്ന് തെലുങ്ക് വരുന്നു, തെലുങ്കിൽ നിന്ന് കന്നഡ വരുന്നു, പ്രോട്ടോ ദ്രവീഡിയൻ ഭാഷയിൽ നിന്ന് തമിഴ് വരുന്നു, തമിഴിൽ നിന്ന് മലയാളം വരുന്നു. അതിന് പകരമായിട്ട് ഇന്ത്യൻ ഭാഷകളുടെയൊക്കെ മാതാവ് സംസ്കൃതമാണെന്ന് പറഞ്ഞാൽ അതൊരു സവർണ ചിന്തയാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിലും ചില ആൾക്കാർക്കുണ്ട് ഒരു തോന്നൽ, എന്തെന്ന്, ഉറുദു ഭാഷയാണ് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഭാഷ. തെറ്റായിട്ടുള്ള ധാരണയാണത്. ഉറുദു ഹിന്ദിയും സഹോദര ഭാഷകൾ മാത്രമാണ്, ലിപിയിൽ മാത്രമേ കാര്യമായിട്ടുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള, മനസ്സിലായല്ലേ, കാര്യങ്ങളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാശ്ചാത്യവൽക്കരണം, ആര്യവൽക്കരണം. ഞാൻ കൂടുതൽ ആര്യവൽക്കരണത്തെ പറ്റി പറയാൻ നിന്നാൽ ഞാൻ ഇവിടെ 5 മണിക്കൂർ 6 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. ഞാൻ 1-2 ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയുടെ കാര്യം ഞാൻ പറഞ്ഞു, സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മിഥ്യകളുണ്ട്. ആ മിഥ്യകളൊക്കെ നല്ലതാണ്. ഉദാഹരണം ബാബർ സ്വാമിയുടെ മിഥ്യ. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാബരും അയ്യപ്പനും സഹോദരന്മാരാവാൻ സാധ്യതയില്ല. കാരണം ഏത് കാലഘട്ടത്തിലാണ് അയ്യപ്പൻ ചരിത്രത്തിന് പ്രീ ഹിസ്റ്റോറിക്കാണ് അയ്യപ്പൻ, അല്ലേ? ചരിത്രപരമായിട്ട് ശ്രീരാമൻ, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ ചരിത്രമുണ്ടോ? ഇല്ല. അതിലെങ്ങനെ ഒരു വാവർ വന്നു പെട്ടു എന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയ വിഷയമാണ്. അത് നമ്മളത് ചോദിക്കണ്ട. അതൊരു മിഥ്യയായിക്കോട്ടെ, ഒരു ഐതിഹ്യമായിക്കോട്ടെ, ആ ഐതിഹ്യം നല്ലതിനാണ്. അത് സാഹോദര്യത്തിൻ്റെ ഐതിഹ്യമാണ് അത് കാണിക്കുന്നത്. അതേമാതിരി തന്നെ ചേരമാൻ മസ്ജിദ്, ചേര രാജാവായിട്ടുള്ള ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മക്കത്ത് പോയി. അദ്ദേഹം ചന്ദ്രൻ 2ആയിട്ട് പിളരുന്നത് കണ്ടു, റസൂലിനെ കണ്ടു എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ തന്നെ വിശ്വസിക്കുന്നത്, എനിക്കെന്തായാലും ഒരു നല്ലൊരു കുടുംബ പേര് വേണമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഈ ഐതിഹ്യം പഠിക്കുന്നത്. എൻ്റെ കുടുംബ പേര് മോശമായിട്ടില്ല, എന്നാലും കുറച്ചും കൂടെ ദർജ ഒന്നും കൂടെ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ചേരമാൻ കുടുംബത്തിൽ പെട്ടാണെന്ന്. ചേര രാജാവായിട്ടുള്ള ചെങ്കുട്ടവനും രാജരാജേന്ദ്ര ചേരയൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരാണ്. പ്രഖ്യാപിക്കാം. ആ ഐതിഹ്യം കൊടുങ്ങല്ലൂർ നിൽക്കല്ലേ പറഞ്ഞത്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ് ഞങ്ങളുടെ തറവാടി കിടക്കുന്നത്. അപ്പം നമുക്കങ്ങനെ പറയാം. പറഞ്ഞോന്നേ, മോശപ്പെട്ടൊരു കാര്യമല്ല പറയുന്നത്.
ഇവർ ചിരിക്കുന്നുണ്ട്, അതല്ല എന്ന് പറഞ്ഞിട്ട്. സമ്മതിക്കാം, അല്ലാന്നും സമ്മതിക്കാം, മനസ്സിലായില്ലേ? പക്ഷേ നമുക്കും തങ്ങന്മാരുടെ അമ്മയൊക്കെ ഒരു ദർജ വേണ്ടേ? അതുകൊണ്ട് ഒന്ന് അടിച്ചിറക്കി, ഞാൻ ആ കയ്യിൽ പെട്ടാണെന്ന്. ചേരമാൻ കുടുംബം എന്താ എൻ്റെ അതിന് ചരിത്രം എന്താന്ന് പറഞ്ഞാൽ, അവിടെ പള്ളിയുടെ ചുറ്റുമുള്ള യത്തീംഖാനയുടെ പേര് ചേരമാൻ ട്രസ്റ്റ് എന്നാണ്. ഞങ്ങളുടെ ബസ് സർവീസിൻ്റെ പേര് ചേരമാൻ ബസ് സർവീസ് എന്നായിരുന്നു. ഞങ്ങളുടെ സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ പേര് ചേരമാൻ ടോക്കീസ് എന്നായിരുന്നു. അപ്പോൾ ആ ചേരമാൻ ട്രസ്റ്റ് എന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേരിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു, കിടക്കട്ടെ. അപ്പോൾ അതൊരു ഐതിഹ്യം. അതേമാതിരി തന്നെ കൊടുങ്ങല്ലൂരമ്മയുടെ ഐതിഹ്യം. കൊടുങ്ങല്ലൂരമ്മ ചിലപ്പതികാരത്തിലെ കണ്ണകിയാണെന്നും കണ്ണകി മധുരൈ കത്തിച്ചതിന് ശേഷം കൊടുങ്ങല്ലൂർക്ക് ഓടി വന്നു എന്നും അവിടെ പ്രതിഷ്ഠയായെന്നും ആണെന്ന് പറയുന്ന വിഭാഗമുണ്ട്. മറിച്ചൊരു വിഭാഗം പറയാൻ ഇതെല്ലാം കെട്ടുകഥ ഉണ്ടാക്കിയതാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഒരു ബൗദ്ധമത ക്ഷേത്രമായിരുന്നു എന്നും അവിടെ ബൗദ്ധമതത്തിൽപ്പെട്ടവരെ സന്യാസിമാരെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ ഭരണിപ്പാട്ടുകൾ അവതരിപ്പിച്ചു. നിങ്ങൾ ഭരണിപ്പാട്ട് കേട്ടാണില്ല? ഞങ്ങളുടെ തറവാടിന് ചുറ്റുമൊക്കെ എല്ലാ ദിവസവും ഭരണിപ്പാട്ടുണ്ടാവാറുണ്ട് ഈ സമയത്ത്. നല്ല 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 മലയാള സാഹിത്യത്തിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഭരണിപ്പാട്ട്. മനസ്സിലായില്ല? കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഇങ്ങനെയുള്ള ഇനി വേണ്ട കവികൾ ഇരുന്നോട്ടാ കൂട്ടത്തിൽ, വയലാർ രാമവർമ്മ, ഇവരൊക്കെ രചിക്കുന്ന രീതിയിലുള്ള ഉത്കൃഷ്ടമായിട്ടുള്ളൊരു കവിതയാണ് ഭരണിപ്പാട്ട്. പിടിയിട്ടോ? അപ്പോൾ അതൊരു ഐതിഹ്യം. ആ ഐതിഹ്യം ഇവിടെ ഇരുന്നോട്ടെ. അടുത്ത ഐതിഹ്യം, കേരളത്തിലെ ഐതിഹ്യങ്ങളാണ് ഞാൻ പറയുന്നത്. സെൻറ്റ് തോമസിൻ്റെ ഐതിഹ്യം. ബൈബിളിലെ അപ്പോസ്റ്റൽസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന 12 പേരിൽ ഒരാൾ സെൻറ്റ് തോമസ്. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് ഡൗട്ടിങ് തോമസ് എന്നാണ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിനെപ്പറ്റി സംശയം പ്രകടിപ്പിക്കുന്നു. ആര്? തോമസ് ലീഹ. അദ്ദേഹമാണ് കൊടുങ്ങല്ലൂർ വന്ന് എന്ന് പറയുന്നു. ചരിത്രപരമായിട്ട് രേഖയില്ല എന്നൊരാൾക്കാർ വാദിക്കുന്നു. അപ്പോൾ അതിൽപ്പെട്ട അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ ഓണം. നമ്മളെല്ലാവരും ഓണം കൊണ്ടാടുന്നു. അപ്പോൾ ഓണം കൊണ്ടാടുമ്പോൾ മനസ്സിലായില്ല, എന്തിനു ഓണം കൊണ്ടാടുന്നു? അത് എന്താണ്? നമ്മുടെ വാമനപ്പനാണ് അടുക്കിരിക്കുന്നത്, അപ്പുറത്ത് മഹാബലി അല്ല, ഇത് മറ്റേ 100 വിവാദം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ സാംസ്കാരികമായിട്ടുള്ളൊരു വിഷയം MES 100 സ്ഥലത്ത് കൊണ്ടാടും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീർന്ന് അറബ് വൽക്കരണം വേണ്ട, ആര്യവൽക്കരണം വേണ്ട, പാശ്ചാത്യവൽക്കരണം വേണ്ട. നമുക്ക് വേണ്ടത് ദ്രാവിഡ നാടായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാള ഭാഷ, മലയാള സംസ്കാരം, കേരള സംസ്കാരം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനും പാസ്സാവാനും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കുന്നു. CBSE സ്കൂളുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ അവസാനം നാസറിൻ്റെ മകളിവിടെ പഠിച്ചു വന്നിട്ട് അവിടെ ഇരിക്കുന്ന നാസർ, ഹായ് ഡാഡ് നാസ്, ഹായ് ഡാഡ് നാസോ എന്ന് പറയിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർക്കുള്ള ഉപസംഹരിക്കുന്നു ചെയ്യുന്നു.